അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവെ ജീവിതത്തിലെ ഹൈറിലും ബർക്കത്തിലും നിഅമത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. അള്ളാഹുവെ കടം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹുവെ നീ എത്ര എളുപ്പത്തിൽ നിൻ്റെ കൃപ കൊണ്ട് എല്ലാ കടങ്ങളെയും അള്ളാഹുവെ കണ്ണു ചിമ്മി തുറക്കുന്നത് പോലെയായി. അള്ളാഹുവെ തീരെ ഒരു നിമിഷം പോലും ഞങ്ങളെ കടം കൊണ്ട് ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ ഞങ്ങളെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവർക്കും അള്ളാഹുവെ കടം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാ. അവർക്കൊക്കെ തന്നെ അള്ളാഹുവെ നീ സമാധാനം കൊടുക്കണേ അല്ലാ. സന്തോഷം നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ലാ. കടം വീടാനുള്ള ഒരു വഴി നീ തുറന്നു കാണിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ജോലിയിൽ നിന്ന് നീ ഹൈറ് കൊടുക്കണേ അല്ലാ. ബറക്കത്ത് പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ കടം വാങ്ങിയിട്ടായിരിക്കും ഓരോ സ്ഥാപനങ്ങളും അള്ളാഹുവെ തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നീ ഹൈറിലും ബറക്കത്തിലും നിഅമത്തിലും ആക്കി ആ കടത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനുള്ള വഴി നീ തെളിച്ചു കൊടുക്കണേ അല്ലാ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരുപാട് കൂട്ടുകാർ നമ്മളിൽ ഒരുപാട് ആൾക്കാരുണ്ട് കടം കൊണ്ട് വിഷമിച്ചിട്ട് എന്താ പറയുക, മുങ്ങിത്താഴ്ന്ന രൂപത്തിലായിപ്പോന്ന് ജീവിതം അവസാനിപ്പിക്കുക എന്ന് വരെ തോന്നിപ്പോന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അവർക്കൊക്കെ തന്നെ യാതൊരു വഴിയും ഉണ്ടാവില്ല കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർക്ക് എല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്താണൊരു വഴി അല്ലാ, ഞാനിനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും അല്ലാ, എങ്ങനെ എൻ്റെ ആൾക്കാരുടെ മുഖത്ത് ഞാൻ നോക്കും അല്ലാ. വീട്ടിൻ്റെ വാതിക്കൽ ഒരുപാട് കടക്കാർ വരുന്നുണ്ടാവും അല്ലേ. അവർക്കൊക്കെ തന്നെ മറുപടി പറയാൻ തന്നെ കഴിയാതെ ഒരുപാട് ആൾക്കാർ കരഞ്ഞിരിക്കുന്ന സമയം ഉണ്ടാവും. അങ്ങനെ ഒരു സന്ദർഭം ആർക്കും നീ ആക്കല്ലേ അല്ല. അതുപോലെ തന്നെ നമ്മൾ കട ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഡേറ്റ് കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ തന്നെ കേൾക്കുമ്പം തന്നെ നമ്മളെ നിന്ന നിപ്പിൽ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം എത്തിപ്പോകും. കാരണം നമ്മളൊരു വാക്ക് പറഞ്ഞ ഒരു ഡേറ്റ് പറഞ്ഞ ഒരാളോട് വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഡേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല, എങ്ങനെയൊരു തിരിഞ്ഞു മറിഞ്ഞ് വരുന്നില്ല, നമുക്ക് ജോലിയിൽ വർക്കത്തില്ല, ഹൈറ് കിട്ടുന്നില്ല, നമുക്ക് കടം വാങ്ങിയവർക്ക് കൊടുക്കാനുള്ള ദിവസങ്ങളുമായി. അവർ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും എന്നൊക്കെ ചിന്തിച്ച് ഉരുകി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പരിഹാരം കിട്ടുന്ന ഒരു ചെറിയൊരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം കടം കൊണ്ട് മുങ്ങി താഴ്ന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുള്ളവർക്ക് ഇതൊരു പിടിവള്ളിയായിട്ട് ഈ സൂറത്തിനെ നമ്മൾ കണക്കാക്കി എന്ത് ചെയ്യുക, കത്തുന്ന വീട്ടിൽ നിന്ന് ഒരു ഈർക്കൽ കിട്ടുന്നത് ലാഭമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ. നമ്മളാകെ മുങ്ങിത്താഴുമ്പോൾ ഒരു പിടിവള്ളിയെങ്കിലും കിട്ടിയെങ്കിൽ ആ കച്ചിത്തുരുമ്പാൻ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരിത് ആകുക. അപ്പം നമുക്ക് നമ്മളെ നല്ല സമയം, നല്ല തക്കുവ, നല്ല വിശ്വാസം. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സമയത്തും തന്നെ നമ്മൾ അള്ളാഹു പറഞ്ഞ ആ 5 വഖത്ത് നമസ്കാരം നമ്മളെപ്പോഴും നമസ്കരിക്കുന്നവരാകണം. നമ്മളെ കൽബ് ശുദ്ധിയുള്ളവരാകണം. പിന്നെ കൂടാതെ കണ്ടേ നമ്മൾ മറ്റുള്ളവരെ ഷർറ് കണ്ടാലോ മറ്റുള്ളവരെ ന്യൂനതകളോ പറഞ്ഞ് നടക്കുന്ന ഒരാളാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തന്നെ ഇൽമ് ചെയ്താലും എന്ത് തന്നെ ഇബാദത്ത് ചെയ്താലും നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതിനൊന്നും ഫലവത്വം കാണുകയില്ല, ഫലം കിട്ടുകയേ ചെയ്യില്ല. കാരണം നമ്മളെ ഔമിയത്ത് നമ്മൾ മറച്ചു വെക്കുന്ന പോലെ തന്നെ മറ്റുള്ള ആളെ ഔമിയത്ത് നമ്മൾ മറച്ചു വെക്കുമ്പോൾ നമ്മളെ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അറിയാതെ എല്ലാം അത് കഴിച്ചിലായി പോവും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും കണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുക. കാരണം അവർ രക്ഷപ്പെടണേ അല്ലാ. അത് മോശ പ്രവൃത്തിയാണെങ്കിൽ അതിനെ അള്ളാഹുവെ നീ പിന്തിരിപ്പിക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യുക. അല്ലാതെ അത് കണ്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് നമ്മൾ അതിനെ ഒരു 100 വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് പല രൂപത്തിലാക്കി പ്രചരിപ്പിക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരെ നിസ്സാരമായി കാണുകയും ചെയ്യരുത്. അവർക്ക് വേണ്ടി നമ്മളെ മനസ്സുകൊണ്ട് നല്ല ഹൃദയം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ആ വഷളായി നിൽക്കലിൽ നിന്നും അള്ളാഹുവെ നീ അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യുക. അപ്പോൾ അങ്ങനെയെല്ലാം നല്ല സൽപ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചോ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. കാരണം അള്ളാഹുവിനെ അറിയാം. അള്ളാഹു പറഞ്ഞിട്ടില്ല ഒരിക്കലും മറ്റുള്ള ആളെ നമ്മൾ ചിരിക്കണം, മറ്റുള്ള ആളെ നമ്മൾ തരം താഴ്ത്തണം, വഷളാക്കണം, വഷളാകുന്ന രൂപത്തിൽ അവരെത്തണം എന്നൊന്നും അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവെ നല്ലത് കൊടുക്കണേ അല്ലാ, അവരെ നേർവഴിയിലാക്കണേ അല്ലാ, അവരെ ആ വഷളുകേടിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ദുആ ചെയ്യണം കേട്ടോ. അവരെ കാണുമ്പോൾ നമ്മൾ സഹതാപം മാത്രം കാണുക. കൂടുതൽ മറ്റുള്ളവരെ കൂടി നമ്മൾ കൂടുതൽ വഷളാക്കി പറയാതെയോ അവരെ പരിഹസിക്കാതെയും നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കരുണ ഉണ്ടാവും.
കരുണക്കടലായ അള്ളാഹു നമ്മുടെ എല്ലാ ഓരോ നീക്കുപോക്കുകളും കാണുന്നവനാണ് അല്ലേ. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഗുണം കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും എത്ര തന്നെ ഇബാദത്ത് ചെയ്തിട്ടും എത്ര തന്നെ നമസ്കരിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണത്. നീ അത്രയും നിൻ്റെ മനസ്സ് കൽബ് മോശമാണ്, അത്രയും എന്താ പറയുക ദുഷിച്ച മനസ്സുള്ള നീ എനിക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്ന എനിക്ക് വേണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവുക. അപ്പം നമ്മുടെ വിഷമങ്ങൾ തീരാനും നമ്മളെ ബുദ്ധിമുട്ടുകൾ തീരാനും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമ്മളെ കൽബ് നമ്മളെ ഹൃദയം നന്നാവണം. എന്നാൽ മാത്രമേ നമ്മൾ വിളിക്ക് അള്ളാഹു ഉത്തരം തരുള്ളൂ. അതാണ് നമ്മൾ കുറേ ആൾ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്ത് ഓതിയിട്ടും എനിക്ക് ഒരു ഫലം കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കമൻ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ ആ കമൻറ്റിലേക്ക് കൂടി എഴുതുമ്പം തന്നെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക്കായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ ഒരാൾ എന്തെങ്കിലും ഒരു മോശ പ്രവൃത്തി എഴുതി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു നിരുത്സാഹപ്പെടുത്തുന്ന പോലത്തെ ഒരു എഴുതി കഴിഞ്ഞാൽ ആ എഴുത്ത് പലരുമാണ് കാണുന്നത്, നമ്മൾ മാത്രമല്ല കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഓതി ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ റബ്ബിനോട് മാത്രം പറയാം. നമ്മൾ പല ചികിത്സയും ചെയ്തിട്ട് നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടർമാരല്ല പഴിചാരർ, നമ്മൾ അള്ളാഹുവിനോട് പറയുക, അള്ളാഹു ഞാൻ ഇത്ര മരുന്ന് കുടിച്ച്, അള്ളാഹു നീ അതിൻ്റെ ഫലം എനിക്ക് കാണിച്ചല്ല, എൻ്റെ ബോഡിക്ക് അത് ഫിറ്റാക്കി താല്ല എന്നും അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അതുപോലെയാണ് നമ്മളെ ഖുർആൻ ഷരീഫിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ നല്ലതായ കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളൂ. നമ്മുടെ ജീവിതം ധൈര്യപൂർണ്ണമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ അതിൻ്റെ രൂപത്തിൽ തന്നെ നമ്മളെല്ലാ കാര്യം ചെയ്യണം. കാരണം കരഞ്ഞിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് നമ്മുടെ വാക്കുകൾ. ചില ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളോട് പങ്കുവെക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഇതുപോലത്തെ ആശ്വാസ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു മനസ്സിനൊരു ശക്തി കിട്ടും, സമാധാനം കിട്ടും. അപ്പോൾ അതിൻ്റെ പോംവഴിയും കൂടി അവർക്ക് കേൾക്കുമ്പോൾ അതുകൊണ്ടെങ്കിലും അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും കാര്യങ്ങൾ ആദ്യം പറഞ്ഞൂടെ, കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാൽ തീർന്നില്ലേ. അത് അങ്ങനത്തെ ഉള്ള മനസ്സുള്ളവർ ഇങ്ങനത്തെ സംഭവമൊന്നും കാണരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡാൻസോ പാട്ടോ എന്തെങ്കിലും നിങ്ങൾ കാണുന്നത് എന്തെങ്കിലും കോമഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ താല്പര്യമില്ലാത്ത ആളും ക്ഷമയില്ലാത്ത ആളും കണ്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം ക്ഷമയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം. നമ്മുടെ കൽബ് ശുദ്ധിയാവണം, ക്ഷമ കൂടുതലായിട്ട് പോകണം. അവർക്ക് മാത്രമേ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ. പരാജയം കൊടുക്കാർക്കാണ്, ക്ഷമയില്ലാത്തവർക്കാണ്, എടുത്തുചാട്ടുള്ളവർക്കാണ്, മോശമായ കൽബുള്ളവർക്കാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കൽബും ഹൃദയവും നന്നാക്കിയാൽ മാത്രമേ നമുക്ക് ദീർഘായുസ് ഉണ്ടാവുള്ളൂ. നമ്മളെ മനസ്സിൽ ഒരിക്കലും കടുംപിടുത്തം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ തന്നെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ആശ്വാസമുള്ള ആൾക്കാർക്ക് ഒരു സമാധാനമുള്ള സംഭവമാകുമ്പോൾ അവർക്കെങ്കിലും കേട്ടോട്ടെ, അവർക്കെങ്കിലും ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. നമ്മളെല്ലാം തരണം ചെയ്തിട്ട് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ ഖുർആൻ ഷരീഫിലുള്ള സംഭവമാണ്. അപ്പോൾ അവരെങ്കിലും അത് ഉപയോഗിച്ച് അവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് നിങ്ങൾ നല്ല മനസ്സുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടം കൊണ്ട് ഒരുപാട് ആൾ വിഷമിക്കുന്ന ആൾ എൻ്റെ കമൻറ്റിൽ ഉണ്ട്. ഒരുപാട് ആൾ പൈസ കിട്ടാനുണ്ടായിട്ട് കടം കൊടുത്തത് പൈസ കിട്ടാനുണ്ടായിട്ട് കിട്ടാത്തവരുണ്ട്. അവർക്കും അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും സംഭവത്തിന് വെച്ച പൈസ ആയിരിക്കും വേറെ അവർക്ക് നമ്മളെ സമയം ആവാത്തതുകൊണ്ട് നമ്മൾക്ക് ആ സന്ദർഭത്തിന് ഒരുപാട് ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് ആ പൈസ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കടം കൊടുക്കും. പിന്നെ ആ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ ഒരുപാട് മനസ്സിൽ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അറിഞ്ഞു കൊടുത്തതുപോലെ അത് തിരിച്ച് അവർക്ക് തരാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടാവണേന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നതും കരയുന്ന ഒരുപാട് കൂട്ടക്കാരുണ്ട്. അതുപോലെ തന്നെ കടത്തിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ തന്നെ ഒരു വിധത്തിലും എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ജീവിക്കും, ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ നമ്മൾ നടക്കും എന്ന് ആൾക്കാരോട് ചോദിക്കുന്നതിന് എന്ത് സമാധാനം പറയും എന്നൊക്കെ ചിന്തിച്ച് ഉരുകി തീരുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഇതൊരു പിടിവള്ളിയാണ് ഞാനീ പറഞ്ഞു തരുന്ന ഈ സൂറത്ത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി എത്താൻ വേണ്ടിയിട്ട് യൂട്യൂബ് സജഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ സന്തോഷത്തോടെ നല്ല മനസ്സോടെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളെ വിലയേറിയ കമൻറ്റ് ഒന്ന് അയച്ചു തരും. ഇത്രയും ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഒരുപാട് ആൾ പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്, എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്, ആദ്യം തന്നെ എല്ലാം പറഞ്ഞാൽ പോരെ. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് ഒരിക്കലും നല്ലൊരു മനസ്സുള്ള ആർക്കും മനസ്സിലാവില്ല. അത് അവർക്ക് ഓതിയിരുന്നതിനെ കൊണ്ട് എന്ത് ഫലം കിട്ടും, എന്താണ് ഇതിന് ഓതുന്നതിനെ കൊണ്ടുള്ള കാരണം
എന്താ ഇത് ഓതിയതിൻ്റെ ഉള്ള പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുക എന്നൊന്നും ആർക്കും അറിയില്ല. ചില ആൾക്കാർക്ക് ചില എന്താ പറയുക ശാസ്ത്രജ്ഞ പോലെയുള്ള ആൾക്കാർക്ക് ചിലപ്പം അറിയുമായിരിക്കും, അത് അവരായിരിക്കും കമൻ്റ് ഇടുന്നുണ്ടാവുക. അപ്പം എല്ലാവരുടെയും ഖൽബും ഹൃദയവും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ശുദ്ധമാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിലുള്ള ഈ നമ്മുടെ 93-ാമത്തെ സൂറത്താണ് ഞാൻ പറയുന്നത്, സൂറത്തുൽ ലുഹ. അത് 11 ആയത്താണ് ഉള്ളത്. ഇത് നമ്മളെപ്പോൾ ഓതണ്ടേന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ആർക്കെങ്കിലും കടം കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടാനുണ്ടെങ്കിലും, നമ്മൾ കടം വാങ്ങി നമ്മളെന്തെങ്കിലും സ്ഥാപനങ്ങളോ വീടോ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു വഴിയുമില്ല, കടം വീടാനുള്ള വഴിയില്ല, ഒന്നും തെളിഞ്ഞു വരുന്നില്ല, അല്ല എല്ലാം തടസ്സത്തിലാണ് അല്ല എന്നുള്ളവർ നിങ്ങളിത് 11 ആയത്തുള്ള ഈ ചെറിയൊരു സൂറത്ത് ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഇത് സമർപ്പിക്കുക, നിയ്യത്ത് ചെയ്യുക. സമർപ്പിക്കാന്ന് വെച്ചാൽ നിയ്യത്ത് ചെയ്യുക. ഞാൻ 11 സൂറത്തുൽ ലുഹ ഓതുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ അല്ല, എല്ലാ തടസ്സങ്ങളും തീർത്തി എൻ്റെ എല്ലാ ഷർറുകളും നീ മാറ്റിത്തന്ന് അള്ളാഹുവെ നീ എന്നെ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല, കണ്ണേറിൽ നിന്ന് മുസീബത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹുവെ എല്ലാ വാതിലും നീ എനിക്ക് മുന്നിൽ തുറന്നു തരണേ അല്ല, ഹൈറിൻ്റെ വാതിൽ നീ എനിക്ക് തുറക്കണേ അല്ല, നാമത്തിൻ്റെ വാതിൽ നീ എനിക്ക് തുറന്നു തരണേ അല്ല, ഈ ആയത്തിൻ്റെ ഈ സൂറത്തിൻ്റെയും പുണ്യം കൊണ്ട് അള്ളാഹുവെ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല, നീ തട്ടിക്കളയല്ല അല്ല, എൻ്റെ ദുആ നീ തട്ടിക്കളയല്ലേ അല്ല, നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല, നിന്നിൽ മാത്രമേ ഉള്ളൂ അല്ല എനിക്ക് അഭയം എന്ന് നമ്മൾ ദുആ ചെയ്യുക, കരഞ്ഞ് ദുആ ചെയ്യുക. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തഖ്വയും നമ്മളെ നിയ്യത്തും നമ്മളെ ഖൽബും ഒക്കെ നന്നായി വരുന്നതാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒക്കെ നല്ലതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനടി നമുക്ക് അതിനുള്ള വഴി തുറന്നു തരും. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ ഷർറും ദൂരപ്പെടുത്തി എല്ലാ കണ്ണേറും മുസീബത്തും കരിച്ചു കളഞ്ഞ് അള്ളാഹുവെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തും, ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇത് ചൊല്ലിക്കോളൂ. ഏതാണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ സൂറത്തുൽ ലുഹ, അത് 11 ആയത്താണ് ഉള്ളത്. നമ്മൾ ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അതിനുശേഷം 11 ആയത്തുള്ള ഈ സൂറത്ത് നമ്മൾ 11 പ്രാവശ്യം ഓതി നമ്മൾ ദുആ ചെയ്താൽ മതി. ഈ ഒറ്റൊരു കാര്യം നമുക്ക് നമ്മളെന്താ പറയുക, ജീവിതം അവസാനിപ്പിക്കുന്നതിൽ നിന്ന് പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയായിട്ട് നമ്മൾ കാണുക. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ മനമൊരുക്കി ദുആ ചെയ്യുക. ഞാനീ പറഞ്ഞു തന്ന ഇത് സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ള വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരെ സഹതാപ കണ്ണോട് കാണുക, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക മനസ്സുകൊണ്ട്. അവർക്കുള്ള ബുദ്ധിമുട്ട് പോലെ നീ ആർക്കും ആക്കല്ലേ അല്ല, അവരെ ആ ബുദ്ധിമുട്ടിൽ നീ രക്ഷപ്പെടുത്തണേ അല്ല എന്നുള്ള ഒരു കൽബ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം മാത്രമേ തരൂ, പരാജയം ഒരിക്കലും തരില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഏക ഒരാളാണ് ഞാൻ കേട്ടാ. മറ്റുള്ളവരെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം എല്ലാവർക്കും അള്ളാഹുവെ നീ മറ്റുള്ളവരെ പരിഹസിക്കാനോ കളിയാക്കാനോ ചിരിക്കാനോ ഉള്ളൊരു അവസരം നീ നൽകല്ലേ അല്ല, എനിക്കൊരാളെ നീ ആക്കല്ലേ അല്ല, ഒരാളെ നീ ആക്കല്ലേ അല്ല. അപ്പം നമുക്കിന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, മറക്കാതെ നമ്മളെ ഷെയർ കൊണ്ട് ആരെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നാളെ കാണുന്നവരേക്കും അസ്സലാമ.